ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്നിവിടെ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിലുള്ള നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ്. ഇതൊന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് നമുക്കൊരു ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. തിളച്ച ശേഷം നമുക്ക് നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തിട്ടും എടുക്കാം. ഇതാകുമ്പോൾ നെല്ലിക്കയിലേക്ക് പെട്ടെന്ന് ഉപ്പൊക്കെ പിടിച്ച് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നെല്ലിക്ക ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച ശേഷം ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് നെല്ലിക്ക ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് ഒക്കെ ആയ സമയത്ത് ഞാൻ നെല്ലിക്ക ഇതിൽ നിന്ന് കോരി എടുക്കുകയാണ്. അതിനുശേഷം നെല്ലിക്ക ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ നെല്ലിക്ക വേവിച്ച വെള്ളം കളയരുത്. അത് തന്നെയാണ് നമ്മൾ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നെല്ലിക്ക എല്ലാം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉരുളിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി, കായംപൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർത്ത് കൊടുത്ത ശേഷവും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നെല്ലിക്ക വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ആ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയ ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നെല്ലിക്ക ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടാറിയ ശേഷം നമുക്കിത് കുപ്പികളിലാക്കി സൂക്ഷിച്ച് വെക്കാവുന്നത്. ഇപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതിൻ്റെ ചൂടാറിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വേണം ഇത് നമുക്ക് ഭരണികളിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലേക്കോ ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പം ഞാനിവിടെ ഭരണികളിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പിയെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.